ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും റമദാൻ മുബാറക് എല്ലാവരുടെയും റമദാനും ഇഫ്താറൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇഫ്താർ വ്ളോഗ് ഉണ്ടല്ലോ, അത് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ഇഫ്താറിൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരുപാട് പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാനൊക്കെ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് അടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് ഐഷാസ് കാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും വിചാരിക്കും അവിടേക്ക് പോകുന്നതും ഒക്കെ വിശദമായിട്ട് എടുക്കണമെന്ന്, പക്ഷേ നല്ല സമയം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങോട്ടൊക്കെ വരാനും പറ്റാറില്ല. എന്താ പറയുക, എല്ലാ പ്രാവശ്യം ഞാൻ പറയാറുണ്ടല്ലോ, ഇപ്പോൾ കുറച്ചധികം ബിസിയായി, 24 മണിക്കൂറൊന്നും തികയാത്തൊരവസ്ഥയായിട്ടുണ്ട്. എന്തായാലും മാഷാ അല്ലാ അൽഹംദുലില്ലാ എല്ലാം നല്ലത് തന്നെയാണ്. നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാനൊരു 2-3 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഡിജിറ്റൽ മാർക്കറ്ററാണ് നിഹാലും. തിരിയൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡാണ്. ഇപ്പോൾ കുറേ ആൾക്കാരെ ചോദിക്കുന്നുണ്ട്, ഐഷാസ് കാർട്ടിൽ ഇൻ്റെ ശബ്ദമല്ലാണ്ട് വേറെ ശബ്ദം വരുന്നുണ്ടെന്ന്. ആ 2 ശബ്ദങ്ങളുടെ ഉടമകളാണ് ആ 2 ആ ഗ്രീനും ബ്ലാക്കും. മുഖം കാണിക്കൂലേ ശത? എല്ലാവരും നല്ല പണിയിലാണ്, പാവം. പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് രാവിലെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് സൺഫ്ലവർ ഓയിലിൽ വെളുത്തുള്ളി, പച്ചമുളക്, ബീൻസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ക്യാരറ്റും ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക, ഒന്നുകൊണ്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം എന്താ പറയുക, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നോമ്പിന് വീഡിയോ ഇടണം എന്നുള്ള ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോമ്പായപ്പം ഫോൺ തുറന്നപ്പോൾ മൊത്തം റെസിപ്പീസ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് രാവിലെ ഇടാമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു റെസിപ്പീസ് ഇപ്പം അധികം ആൾക്കാരൊന്നും നോക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗിലേക്ക് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലോട്ട് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ചിക്കന് വേവിച്ചതും കൂടി ചേർത്തിട്ട്, നമുക്ക് ലെഫ്റ്റ് ഓവർ ചിക്കനൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറിയത്തെ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് വേവിച്ചത് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ക്രീമി ചിക്കൻ സമൂസയാണ് കേട്ടോ. നമ്മൾ സാധാ സമൂസേനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിൽ. പിന്നെ ഇതിലോട്ട് മൈദ ഒരു 1.5 ടീസ്പൂണും കൂടി ചേർത്തിട്ട് ഒന്നങ്ങോട്ട് കുറുക്കിയെടുക്കുക, ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുക. നല്ല തിക്കായിട്ട് വരും. നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് വേണമെന്നുള്ളവർ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലാത്തവർ ഇങ്ങനെ മാത്രം ചെയ്തെടുത്താൽ മതി ഫില്ലിങ്ങിനായിട്ട് കേട്ടോ. അതാ ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൊസറല്ല ചീസോ അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസ് ഉണ്ടാവില്ലേ, ചീസിൻ്റെ സ്ലൈസസ്, അതിലൊരെണ്ണം ചേർത്ത് കൊടുക്കുക. ഞാൻ മൊസറല്ല ചീസാണ് ചേർക്കുന്നത് കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ പേര് ആൽഫ്രെഡോ സമൂസ ഫില്ലിംഗ് ആണ് കേട്ടോ. അതായത് നമ്മൾ ചീസൊക്കെ ഇട്ടുകൊണ്ട് ഒരു ക്രീമി പരുവത്തിലായതുകൊണ്ടാണ് ആൽഫ്രെഡോ സമൂസ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇതാ ഇങ്ങനെ മതി, ഇനി വേറൊന്നും ചേർക്കണ്ട. കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്തും കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് വരിക. അപ്പോൾ ഇനി നമുക്ക് സമൂസ ഷീറ്റ്സ് എടുക്കാം. ഞാനിത് സ്റ്റോർ ചെയ്തപ്പോഴേ കവർ പൊട്ടിച്ചത് സ്റ്റോർ ചെയ്യുമ്പോൾ സമൂസ ഷീറ്റ്സ് ഒന്നാകെ ചുരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സമൂസ ഷീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ചുരുണ്ട് വരും. അപ്പോൾ ഇതുപോലെ ഓരോ ഫില്ലിങ്ങും ഓരോ സമൂസയുടെ അകത്തും ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. കുറച്ച് മാത്രം വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ സമൂസേൻ്റെ അകത്ത് അധികം ഫില്ലിംഗ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സമൂസ കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു വയറ് നിറയുന്നൊരു ഫീൽ കിട്ടണമെങ്കിൽ ഫില്ലിങ് അത്യാവശ്യം വെക്കണം കേട്ടോ. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. പിന്നെ നോമ്പൊക്കെ ആകുമ്പോഴെപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്കിതൊക്കെ രാവിലെ റെഡിയാക്കി അല്ലെങ്കിൽ തലേന്ന് റെഡിയാക്കി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതൊക്കെ എന്തായാലും ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഫില്ലിങ് തന്നെയാണ് കേട്ടോ. തലേ ദിവസമൊക്കെ ഫ്രീസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തേക്ക് നോമ്പ് തുറ പാർട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തേക്ക് ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ ഞാനൊരിക്കലും ഇതൊരു കുറേ ദിവസത്തേക്ക് ഫ്രീസ് ചെയ്യാനൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതിൽ നമ്മൾ പാൽ ചേർക്കുന്നുണ്ട്, ചീസ് ചേർക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ കുറേ ദിവസത്തേക്ക് ഫ്രീസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. വയറ് കേടാക്കണ്ടല്ലോ നോമ്പ് കാലങ്ങളിൽ. എപ്പോഴും ഒറ്റ ദിവസമൊക്കെ നമുക്ക്
നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ എല്ലാം കൂടി തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തലേദിവസം രാത്രിയൊക്കെ നോമ്പ് തുറന്ന ശേഷമൊക്കെ അതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇഫ്താർ സമയത്തേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. നോമ്പ് തുറക്കെ ഉണ്ടാകുമ്പോഴേട്ടോ. ഇത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഞാൻ എന്താ പറയുക, എനിക്കിവിടെ ഇഫ്താർ സമയത്തേക്ക് ഒരുപാട് ഇങ്ങനെ ഫ്രൈ ആക്കുന്ന സ്നാക്സ് ഞാനിവിടെ ഉണ്ടാക്കാറില്ല. പിന്നെ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുക കേട്ടോ. വീഡിയോക്ക് നമ്മൾ സ്റ്റീംഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര റെസ്പോൺസ് ഉണ്ടാവാറില്ല. എപ്പോഴും ഫ്രൈ ആക്കുന്നതിനാണ് കൂടുതൽ റെസ്പോൺസ്. എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉണ്ടാവുന്ന വീടുകളിൽ അവർക്ക് ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഓയിൽ യൂസ് ചെയ്യുക. കാരണം ഞങ്ങൾ യൂസ് ചെയ്ത ഓയിൽ വീണ്ടും റീയൂസ് ചെയ്യാറില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറഞ്ഞ് കിട്ടും. നമ്മൾക്കിപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നതുകൊണ്ട് നമ്മളിതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, സോസ് അല്ല ക്രീം ഉണ്ടാക്കില്ലേ, ക്രീമല്ല സോറി, ഫില്ലിങ് ഉണ്ടാക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടറിൽ വേണം നമ്മൾ ഫില്ലിങ് റെഡിയാക്കാൻ. കാരണം ഇതിൽ പാല് ചേർക്കുന്നുണ്ട്. പാലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞ പോലെ ഒരു ടെക്സ്ചർ വരും. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുക, പാല് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രീം പോലെ യൂസ് ചെയ്യുന്ന ഫില്ലിങ്ങിലോട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആൽഫ്രെഡോ ചിക്കൻ സമൂസ. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ആ ഒരു റെസിപ്പി ഉണ്ടാക്കി അത് പോസ്റ്റ് ചെയ്ത് പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി, നോമ്പും കൂടിയല്ലേ, ആകെ മൊത്തം ക്ഷീണമായിപ്പോയി. ഞാൻ വീടും ബാത്റൂമും എല്ലാം ഒന്ന് ക്ലീനാക്കിയെടുത്ത് അപ്പോഴേ നമുക്കൊരു രസം ഉണ്ടാവുള്ളൂ. പിന്നെ നോമ്പിന് നമുക്ക് ഇബാദത്തും ഇല്ലേ, എല്ലാം കൂടി ആയപ്പോൾ നന്നായിട്ട് ലേറ്റായി. ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ ഉപ്പ പറഞ്ഞ് ഫസ്റ്റ് നോമ്പായതുകൊണ്ട് ഞാൻ കുറച്ച് സ്നാക്സ് കൊണ്ടുവരാമെന്ന്. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ കട്ട്ലേറ്റും സമൂസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയതിൽ കുറച്ച് ചിക്കൻ കറിയും വറുത്തരച്ച ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരിയും. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ, വല്ല ഫ്രൂട്ട്സും ജ്യൂസും എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന്. എനിക്ക് മടിയായിപ്പോയി. അപ്പം ഒന്നാമത് 5 മണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇബാദത്തിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഫുഡ് റെസിപ്പീസ് ഷെയർ ചെയ്യുക എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫുൾ ടൈം ഫുഡ് റെസിപ്പീസ് ഉണ്ടാക്കണം എന്നല്ല കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. എപ്പോഴും ഇബാദത്തിനാണ് നമ്മൾ, അതായത് നോമ്പ് സമയങ്ങളിൽ നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഫുഡിനല്ല കേട്ടോ. അപ്പോൾ ഇത് ബട്ടർ, ഹോം മെയ്ഡ് ബട്ടർ, കുറേ ദിവസം, ഹോം മെയ്ഡ് അല്ല സോറി, നാടൻ ബട്ടർ, അതായത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ബട്ടറാണ്. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേന്നോ, നെയ്യും ബട്ടറൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തിട്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ. അപ്പം അതൊരു ബോക്സിലായിരുന്നു തന്നത്. അപ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം ഇങ്ങനെ ഒരു സംഭവം കണ്ടു. അതായത് ബട്ടർ പേപ്പർ വെച്ചിട്ട് അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ബട്ടർ ഞാൻ ഫ്രീസറിന് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരമായിട്ട്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ബട്ടർ പേപ്പറിൽ വെക്കുവാണെങ്കിൽ, കട്ട് ചെയ്യുമ്പോൾ കത്തിയുടെ മറ്റേ ഭാഗം, മൂർച്ചയുള്ള ഭാഗമല്ല മറ്റേ ഭാഗം, ബട്ടർ പേപ്പറിൻ്റെ അകത്തുകൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് ഞാനൊരു ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലാണ്, ഒരു സ്ക്വയർ ഡിസ്പോസിബിൾ പാത്രത്തിലാണ് വെച്ച് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഓരോ പീസും എടുക്കാൻ പറ്റും, കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ കിട്ടും. ഇതിപ്പം നാടൻ നെയ്യ്, അതായത് ശുദ്ധമായ നാടൻ നെയ്യ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. കുട്ടികൾക്കൊക്കെ നെയ്യ് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ വെണ്ണ ഞാൻ റീൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അത്യാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡെയിലി ഒരു ടീസ്പൂൺ, ചെറിയ ടീസ്പൂണിൽ വെണ്ണ എന്താ പറയുക, കഞ്ഞിയിലോ അല്ലെങ്കിൽ വെറുതെ ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. ബുദ്ധി വളർച്ചക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. കുറേ ആൾക്കാരത് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ശുദ്ധമായ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് തന്നെ വേണം. കുട്ടികൾക്ക് വളരെ നല്ലതാണ് വെണ്ണ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് യൂസ് ചെയ്യാനും വേണം, പിന്നെ ഉപ്പാക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പീസ് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് തന്നെ ഞാൻ സമൂസേൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ സമൂസ ഉണ്ടാക്കി. അത് റൂഹി കഴിച്ചു, 1, 2, 3 ഒക്കെ എടുത്ത് കഴിച്ചു. പിന്നെ കുറച്ച് മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉപ്പ കൊണ്ടുവന്ന ചിക്കൻ കറിയും പത്തിരിയും, പിന്നെ ഞാൻ ചിക്കൻ വരട്ടി, അത് മാത്രമാണ് ഞാൻ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് കാര്യമായിട്ട് ചെയ്തത് കേട്ടോ. പിന്നെ കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇക്കാക്ക് കീമോ ചെയ്ത പിറ്റേ ദിവസമാണ് നോമ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇക്ക നോമ്പ് നോറ്റ്. അപ്പം ഡോക്ടർ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് നോമ്പ് നോക്കണ്ടെന്ന്. പക്ഷേ ഇക്ക നോമ്പ് നോറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ആകെ മൊത്തം ക്ഷീണമായിപ്പോയി. അപ്പം ഇളനീര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉപ്പ.
അപ്പോൾ ഇളനീരൊക്കെ കുടിക്കുകയാണ് ഒന്ന് റെഡി ആവാൻ വേണ്ടി നോമ്പ് തുറന്ന ശേഷം. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു നല്ല മൂഡല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറക്കുന്നതും കഴിക്കുന്നതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കാര്യമായിട്ട് 11:15 കണ്ടില്ല, 11:20 ആ സമയത്ത് രാത്രിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ചോറുണ്ടാക്കുവാണ് അത്താഴത്തിന് കേട്ടോ. തലേദിവസത്തെ അത്താഴം നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ലേറ്റായി നോമ്പ് ആയി കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണ് ബാക്കിയുള്ളവരൊക്കെ വ്ളോഗ് ചെയ്യണമെന്നുള്ളത്. എനിക്കിപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മൾ ഫ്ലാറ്റിൽ നമ്മൾ 11th ഫ്ലോറിലല്ലേ, നല്ല ചൂടാണ്. കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, ഒന്നിനൊരു മൂഡില്ലാത്തൊരവസ്ഥ. പിന്നെ പുറത്ത് നിന്ന് നമ്മുടെ ഐഷാസ് കാർട്ടും പുതിയതായിട്ട് ഐഷാസ് മോഡസ്റ്റ് റീലോഞ്ച് ചെയ്യാൻ പോവാണ് നോമ്പിന്. അതിൻ്റെ തിരക്കും എല്ലാം കൂടി ആയപ്പോൾ തിരക്കുകൾ നല്ലതാണ് നമുക്ക്, പക്ഷേ നമുക്കൊരു എന്താ പറയുക, ഒന്നിനും സമയം കിട്ടുന്നില്ല. എനിക്കതാണ് മെയിനായിട്ട്. ഓക്കെ, എന്തായാലും എല്ലാം നല്ലതാവട്ടെ, നല്ലതിനാവട്ടെ ഇൻഷാ അല്ലാ. അപ്പം ഞാൻ കുറച്ച് മാത്രമേ അരി എടുത്തിട്ടുള്ളൂ ചോറുണ്ടാക്കാൻ. പിന്നെ നോമ്പ് തുറക്കുന്നവരെ നമ്മൾ വിചാരിക്കും അതുണ്ടാക്കണം, ഭയങ്കര മൂഡായിരിക്കും ഭക്ഷണത്തിനോടുള്ളൊരു ഇതുകൊണ്ട്. പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ടാത്തൊരവസ്ഥയാണ് അല്ലേ. പിന്നെ ഞാൻ ശരിക്കും കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കഞ്ഞി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചോറും എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോറാവട്ടെ. അപ്പോഴേക്കും എനിക്കൊരു അൺബോക്സിങ് ഉണ്ട്. ഈ ഒരു വീഡിയോ ഇത് ഞാൻ നോമ്പിൻ്റെ ഫസ്റ്റ് ഡേ ഇടേണ്ടതായിരുന്നു. മടി കാരണം ഒന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ ഇത് ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അതിൽ വാക്യൂം ഫ്ലാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഫ്ലാസ്ക്കാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ദിവസത്തെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ പ്രൊഡക്ട്സൊക്കെ ഞാൻ ചൂസ് ചെയ്തത് തന്നെയാണ്. നോമ്പ് സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ്. ഇത് ഇഡ്ഡലി തട്ടാണ്. ഇഡ്ഡലി തട്ട് മാത്രമല്ല, അതിൽ സ്റ്റീമറായിട്ട് യൂസ് ചെയ്യാം. സ്റ്റീമറിന് തട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദോക്ല അതൊക്കെ ഉണ്ടാക്കില്ലേ, അതിന് തട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അടക്ക ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ തട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം അട ഉണ്ടാക്കാൻ പറ്റും തട്ട്, പിന്നെ ഒരു സ്റ്റീമറുണ്ട്, പിന്നെ 2 ഇഡ്ഡലി തട്ട്, 8 ഇഡ്ഡലി ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. നല്ല ചെറിയ പാത്രം കേട്ടോ, നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചൂസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിൽ, നമുക്ക് ഇപ്പം നല്ല സമ്മർ ആയതുകൊണ്ട് തന്നെ വെള്ളം എത്ര കുടിച്ചാലും മതി വരില്ല. അപ്പോൾ ഞാൻ വലിയൊരു ബോട്ടിൽ വാങ്ങിച്ചതാണ്. നല്ല ബോട്ടിലാണ്. ഇപ്പോഴും നമ്മൾ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ വാങ്ങിക്കാൻ നോക്കാം. ഇത് പിന്നെ എന്താ പറയുക, ഫോട്ടോയിൽ കണ്ടപ്പോൾ ഒരു പത്തിരി ഉണ്ടാക്കാനുള്ള ചട്ടിയാണ്. കുറച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. ഞാനത് യൂസ് ചെയ്തിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് ഊറ്റിയെടുക്കണം. ഞാൻ ആദ്യം വിചാരിച്ചു ജീരകക്കഞ്ഞി ഉണ്ടാക്കാമെന്ന്. ആദ്യം കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചു, പിന്നെ ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ജീരകക്കഞ്ഞിക്കൊക്കെ അത്യാവശ്യം മെനക്കെട് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ചിക്കന് റോസ്റ്റ് ചെയ്തതും ബാക്കിയുണ്ട്, അപ്പോൾ അതും ഒരു തക്കാളിക്കറി തന്നെ ഉണ്ടാക്കാമെന്ന്. ഫ്രിഡ്ജിൽ ചിരങ്ങ ഉണ്ടായിരുന്നു, ചിരങ്ങ താളിച്ചാൽ മതിയായിരുന്നു. പിന്നെ അത് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ തക്കാളിക്കറി ഉണ്ടാക്കി. തക്കാളിക്കറി രാവിലെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് തക്കാളിക്കറി. ചിലർക്ക് ഈ മസാല ഒന്നും ഇല്ലാത്തതാണ് ഇഷ്ടം കൂടുതലും. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്തുള്ളത് നമുക്ക് കഴിക്കാനും നല്ലത് തന്നെയാണ്. അപ്പം തക്കാളിക്കറി സിമ്പിളായിട്ട് 2 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ, അത് ശരി ഉണ്ടാക്കുവാണ്. പിന്നെ റീന് ഇന്ന് എക്സാമാണ്. ഞാനിപ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഫസ്റ്റത്തെ എക്സാം, +2 എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവരും തോർക്കണം, നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആൾക്ക് നല്ല ടെൻഷനാണ് എപ്പോഴും. എന്താ പറയുക, പഠിത്തം എന്ന് പറഞ്ഞാൽ നടക്കുവാണ്. അവൾക്ക് എന്താ പറയുക, MBBSനും എൻജിനീയറിങ്ങിനും പോകാനൊന്നും താല്പര്യമില്ല. ഞാനൊക്കെ നിർബന്ധിച്ചെടുപ്പിച്ചാണ് സയൻസ്. അവൾക്ക് ഇഷ്ടം കൊമേഴ്സായിരുന്നു. അവൾക്ക് BA ലിറ്ററേച്ചർ അല്ലെങ്കിൽ BBA അതിനൊക്കെ പോകണമെന്നായിരുന്നു താല്പര്യം. MBBSനും എൻജിനീയറിങ്ങിനും പോകില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നിർബന്ധിച്ചെടുപ്പിച്ചതാണ്. എന്തായാലും മക്കളെങ്ങനെ നിർബന്ധിച്ചെടുപ്പിക്കാണ്ടിരിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അത്താഴം കഴിക്കാൻ പോവാണ്. ഇൻഷാ അല്ലാ, ബൈ.